നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബോക്സ് ആരി ഫ്രെയിം തന്നെ ചെയർ ഹൈറ്റിൽ വരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് 1.5 അടി ഹൈറ്റിൽ വരുന്ന ബോക്സ് ആരി ഫ്രെയിം ആയിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 30 ഇഞ്ച് ലെഗിൻ്റെ ഹൈറ്റിൽ വരുന്ന ഒരു ബോക്സ് ആരി ഫ്രെയിമാണ്. ഇത് ചെയർ ഹൈറ്റിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ഫ്രെയിമാണ്. ഇതിൻ്റെ ബേസ് വരുന്നത് 18x24 സൈസിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലെഗിൻ്റെ ഹൈറ്റിൽ മാത്രമാണ് നമ്മൾ ഡിഫറൻസ് ചെയ്തേക്കുന്നത്. നമ്മളുടെ കസ്റ്റമറിൻ്റെ കംഫർട്ടായിട്ടുള്ള ചെയർ ഹൈറ്റ് നമ്മൾ അവരോട് ചോദിച്ചിട്ട് അവരുടെ ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് അയച്ചു തന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബോക്സ് ഫ്രെയിം ചെയർ ഹൈറ്റിലുള്ള ഈ ഒരു ബോക്സ് ഫ്രെയിം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ ലെങ്ത്തും വിഡ്ത്തും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മളുടെ ഈ ബേസ് നമുക്ക് ആദ്യം തന്നെ കമഴ്ത്തി വെക്കാം. അതിനുശേഷം നമ്മളുടെ ഓരോ ലെഗും നമുക്ക് ഈ ബേസിൻ്റെ 4 സൈഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഈ നമ്മളുടെ ഈ സൈഡിലുള്ള ബുഷ് നന്നായിട്ട് ലൂസ് ചെയ്തതിന് ശേഷം ലെഗിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം ഈ 2 സൈഡും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. 4 സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ലെഗ് ഇറക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ കംപ്ലീറ്റ് വർക്കും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷേക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും ബുഷും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ലെഗിൻ്റെയും എല്ലാ ബുഷസും നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്രെയിം നേരെയായിട്ട് വെക്കാം. അപ്പം ഇതാണ് നമ്മളുടെ ചെയർ ആരി ഫ്രെയിം. ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ ഷേക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഈ ഫ്രെയിമിൽ ക്ലോത്ത് ഫിക്സ് ചെയ്തിട്ട് നോർമൽ ബോക്സ് ഫ്രെയിമിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ചെയർ യൂസ് ചെയ്ത് ചെയർ ഹൈറ്റിൽ ഈസി ആയിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ബാക്ക് പെയിനോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ചെയർ ഹൈറ്റ് ബോക്സ് ഫ്രെയിമിലേക്ക് നമുക്ക് എങ്ങനെ ക്ലോത്ത് ഫിക്സ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഒരു വൈറ്റ് പോപ്പിലിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ചെയ്യേണ്ട ഇപ്പോൾ ഈ ക്ലോത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വർക്ക് ചെയ്യേണ്ട മെറ്റീരിയൽ എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ നമുക്ക് ഫ്രെയിമിലേക്ക് ആദ്യം വെച്ച് കൊടുക്കാം. അതിനുശേഷം ബൈൻഡിങ് ക്ലിപ്സ് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാം. ക്ലോത്ത് ഫിക്സ് ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിന് തന്നെ 1 സൈഡ് നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ ഇപ്പോൾ ഒരു 3 എണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോത്ത് നമ്മൾ ഈ ചെയർ ഹൈറ്റ് ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതിപ്പോൾ നല്ല സ്റ്റിഫായിട്ടൊക്കെയാണ് നമ്മൾ കോട്ട് ഫ്രെയിമിൽ ചെയ്യുന്ന അതേ ഒരു ടൈറ്റ്നെസ് നമുക്ക് ഈ ഒരു ബോക്സ് ഫ്രെയിമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പിന്നെ ഇതിനകത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിനിടെ ഞാനിവിടെ ഒരു സെറി ത്രെഡും ഒരു ആരി നീഡിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്റ്റിച്ചെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഈ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഈ ചെയർ ഹൈറ്റിലുള്ള ഈ ഫ്രെയിം വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ബോക്സ് ആരി ഫ്രെയിമിൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ചെയർ ഹൈറ്റിലോ അല്ലെങ്കിൽ നോർമൽ ഹൈറ്റിലോ ബോക്സ് ആരി ഫ്രെയിം ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.